ഞാനേ കുറെ മുമ്പ് എന്റെ പല്ലിന് വലിയ ബലമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം പല്ലിന് ഫ്രണ്ടിലൊരു പൊട്ടൽ വന്നിട്ട് ക്യാപ്പ് ഇട്ടു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഈ ലിക്വിഡ് നമ്മൾ വാ കഴുകാനൊക്കെ ഉപയോഗിക്കുമല്ലോ, സെൽസോഡൈനോ എന്തോ ഒരു ലിക്വിഡ്, അതിട്ട് വാ കഴുകാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇടത് സൈഡ് കവിളിന്റെ അവിടെ ഒരു മുറിവോ എന്തോ നീറ്റില്ല. അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഒരു പ്രാവശ്യം ബ്രഷ്, അതിന്റെ കട്ടിയുള്ള ബ്രഷ് ആകുമ്പോൾ സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് അത് തേച്ചിട്ട് എന്റെ മോണ മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം അടച്ചു. അപ്പോഴത്തേക്കൊണ്ട് അടച്ചപ്പോഴത്തേക്ക് ഒരു പല്ല് ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടുകയും ചെയ്തു. അപ്പം കൂടുതൽ ഞാൻ പ്രധാനമായിട്ടും ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന, പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല, ബോട്ടിൽ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാറില്ല, പെപ്സി കൊക്കോ അങ്ങനെ കൂടുതലും ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷെ എന്താന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ചെറിയൊരു പോറല് പോലെ എങ്ങാണ്ട് വന്ന് കാണിച്ചപ്പോ കുഴപ്പമില്ലാന്നാ പറയുന്നേ. പക്ഷെ എനിക്ക് എങ്ങനെ വരുന്നേന്നാ. ഇത് മൗത്ത് വാഷ് ഉപയോഗിച്ചപ്പോൾ ഉള്ള ഒരു എരിവ് പോലെ എന്നുള്ളത് ചില മൗത്ത് വാഷിന് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷ് കൊടുക്കുന്നത് ക്ലോഹെക്സിഡിൻ എന്ന് പറയുന്ന ഒരു മരുന്നുള്ള മൗത്ത് വാഷാണ് നമ്മൾ കൊടുക്കുക. അത് തന്നെ ആൽക്കഹോൾ ബേസ് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ചിലർക്ക് ചെറിയൊരു എരിവ് തോന്നാൻ സാധ്യതയുണ്ട്. അത് വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഈ സാധാരണ അല്ലാത്ത ക്ലോഹെക്സിഡിൻ മൗത്ത് വാഷ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എരിവ് തോന്നുന്നതാണ്. അത് വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കാം എരിവ് കൂടുതലുണ്ടായത്. അത് പേടിക്കാനുള്ളതാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പല്ല് പൊട്ടിയതിന് ചികിത്സിച്ചു, മോണയ്ക്ക് വീക്കം ഉണ്ടായതുകൊണ്ടായിരിക്കണം ആ ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷ് പ്രിസ്ക്രൈബ് ചെയ്തത്. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുമ്പോൾ എരിവുണ്ടെങ്കിൽ കൊണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും. എനിക്ക് ഇപ്പോഴും അവിടെ നാക്കോണ്ട് നമ്മൾ തട്ടി നോക്കുമ്പോൾ അവിടെ ചെറിയ തടിപ്പ് പോലെ കാണാറുണ്ട്. കവിളിലാണോ തടിപ്പ്? കവിളിൽ തന്നെ ചെറുതായിട്ട് നാക്കോണ്ട് ഇങ്ങനെ നമ്മളൊന്ന് നോക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഒരു അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കാണിക്കുകയോ അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ ഡെന്റൽ കോളേജിൽ വന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ സംശയം അങ്ങനത്തെ ഒന്നും ഇല്ല. എന്നാന്ന് വെച്ചാൽ പുറത്തുനിന്ന് പോലും ഒരു ഫുഡ് അങ്ങനെ കഴിക്കുന്ന ശീലമൊന്നും ഇല്ല. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കൊരു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വായിൽ എന്ത് വന്നാലും അത് ക്യാൻസർ ആണ് അല്ലെങ്കിൽ കുഴപ്പമുള്ളതാണ് എന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ തടിപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ഈ കവിള് എല്ലായ്പ്പോഴും ഒരേപോലെ സ്മൂത്ത് ആവണമെന്നില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, നോർമലായിട്ട് തന്നെ ഉണ്ടാവാം. അതുകൊണ്ട് കുഴപ്പമുള്ളതാവണം എന്നില്ല. നമുക്കത് പേടി ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് വന്ന് നമുക്ക് നേരിട്ട് പരിശോധിച്ച് പേടി മാറ്റാവുന്നതാണ്. തീർച്ചയായും കോൾ സെന്ററിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സാജിദ. ഡോക്ടറിനെ കാണുവാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ അഭയം മാറ്റാൻ വേണ്ടി ചെല്ലാവുന്നതാണ്. നമുക്ക് ഇടുക്കിയിൽ നിന്നും ആലീസ് ഉണ്ട്. ആലീസ്, ഡോക്ടറിനോട് സംസാരിക്കാം. ആലീസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ആലീസ് കേൾക്കാം, പറഞ്ഞോളൂ. അതെ ഭർത്താവിന്റെ കൊടുക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. നമുക്ക് ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ നേരത്തെ സാജിദ സൂചിപ്പിച്ചതുപോലെ പലർക്കും ഭയമുണ്ട്, ഈ പുറത്തുനിന്ന് ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട്, വരുന്നുണ്ടോ ഇല്ലയോ. അപ്പം അത്തരത്തിൽ ഫുഡുകളൊക്കെ, ചില ഫുഡുകളൊക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നാവിൻ്റെ ടേസ്റ്റ് പോകുന്നു, നാവിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മുറിവ് പോലെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ചില പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുമ്പോൾ ചിലർക്ക് അലർജി പോലെ വരാം. ഇനി ഇത് പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് അലർജി ഉണ്ടാക്കാം. ഇതാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ നാക്കിൽ അതേപോലെ അല്ലെങ്കിൽ വായിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എരിവ് തോന്നുന്നതോ അല്ലെങ്കിൽ കളർ മാറി ചുവപ്പ് കളറാവുന്നതോ ഉള്ള ഏറ്റവും അധികം ഉണ്ടാവാനുള്ള സാധ്യത ഇതുപോലത്തെ അലർജികളാണ്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഷംസു എന്ന പ്രേക്ഷകൻ ചേരുന്നു പയ്യോളിയിൽ നിന്നും. ഷംസു, ഡോക്ടറോട് ചോദിക്കാം. ഷംസു കേൾക്കാം, പറഞ്ഞോളൂ. അതെ, ഞാൻ ഈ നാവിന്റെ ഈ പുണ്ണിന്റെ ഒരു പ്രശ്നം ഞാൻ കുറെ കാണിച്ചപ്പോ അത് പോകുന്നില്ല, ഒരു കുത്ത് പോലെ നാവുമ്മല്. സാറേ, അത് പിന്നെ ഞാൻ ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ തന്നിരുന്നു, ആ കുത്ത് നാവൊന്നും പോകുന്നില്ല.
അത് പുണ്ണിൻ്റെതായിരിക്കും. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് ഗുളിക കുടിച്ചിട്ടൊന്നും അത് അങ്ങോട്ട് ശരിക്കും വിട്ടു മാറുന്നില്ല. അത് നാക്കിന്റെ ഏത് ഭാഗത്തായിട്ടാണ്? നാക്കിന്റെ ഇടത് ഭാഗത്തായിട്ട്, സൈഡിലായിട്ടാണ്, വശത്തായിട്ടാണ്? അതെ സാർ. അത് ചെറിയൊരു പുണ്ണ് പോലെ തന്നെയാണോ? ഒരു മുറിവ് പോലെ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരു വൈറ്റ് ഒരു കുത്ത് നാവുമല്. എങ്ങനെ? കേട്ടില്ല. ഒരു വൈറ്റ് ഒരു കുത്ത്, വൈറ്റ് കുത്ത് ഇങ്ങനെ നാവുമല്. മുറിവൊന്നുമില്ല സാർ. മുറിവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് പേടിക്കേണ്ടതില്ല. നമുക്ക് ആ വെള്ള കളർ കാണുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അടുത്തുള്ള പല്ല് വല്ലതും തട്ടി ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അത് മാത്രമേ നോക്കാനുള്ളൂ. വേറെ പേടിക്കാനൊന്നുമില്ല. ഇല്ല, ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട് അതിൽ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അടുത്തൊരു ഡെന്റിസ്റ്റിനെ കാണിച്ച് ആ സംശയ നിവൃത്തി വരുത്താവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ പല്ല് എന്തെങ്കിലും ഇത്തിരി ഷാർപ്പായിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള ഇറിറ്റേഷൻ കൊണ്ടാണോ അത് എന്നുള്ളതൊന്ന് നോക്കാവുന്നതാണ്. ശരി സാർ. ആയിക്കോട്ടെ. വളരെയധികം നന്ദിയുണ്ട് ഷംസു കോൾ സെൻ്ററിലേക്ക് വിളിച്ചതിന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കോൾ സെൻ്ററിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ TV-യുടെ ശബ്ദം കുറച്ച് വെച്ചതിന് ശേഷം വിളിക്കുവാൻ ശ്രദ്ധിക്കണം. ഡോക്ടർ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നാക്കിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ വരിക, അത് അനുഭവപ്പെടുമ്പോൾ ഡോക്ടറിനെ കാണേണ്ടതുണ്ട് ഉടനടി? കാരണം പലർക്കും ഒരു പേടിയുണ്ട്. ഈ കുമിള എന്ന് പറയുമ്പോൾ സാധാരണ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതല്ല കുമിളകൾ ഉണ്ടാവുന്നത്. അത് തൊലിപ്പുറത്ത് വരുന്ന പലതരം അസുഖങ്ങളുണ്ട്. നമ്മൾ പുറത്തെ സ്കിന്നിൽ വരുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ചില അലർജി ഉണ്ടാക്കുന്ന ചില കണ്ടീഷൻസ് വായിൽ വരുമ്പോഴാണ് ഈ കുമിള പോലെ ഉണ്ടാകുന്നത്. ഈ കുമിള ഉണ്ടാകുമ്പോൾ അത് മിക്കവാറും ഉടനെ പൊട്ടും. കാരണം നാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാക്ക് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് മിക്കവാറും അപ്പം തന്നെ പൊട്ടും. പൊട്ടിയതിന് ശേഷം ഒരു മുറിവായിട്ട് മാറും. അപ്പം അത് എരിവോ. ഷബീർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷബീർ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ 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 ഡോക്ടറെ. പറഞ്ഞോളൂ. ഞാൻ എറണാകുളത്ത് നിന്ന് ഷബീറാണ് വിളിക്കുന്നത്. ഈ മോണയില് ഈ പോളം പോലെ വരാറുണ്ട്. പിന്നെ പല്ലിന്റെ പൊടിഞ്ഞു പോവാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇത് രണ്ടും രണ്ട് പ്രശ്നങ്ങളാണ്. മോണയിൽ ഇതേപോലെ കുമ്പളോ അല്ലെങ്കിൽ പോളം പോലെ വരുന്നത്, അത് ഈ തൊലിയിൽ വരുന്ന അസുഖങ്ങൾ ചിലത് വായ്ക്കകത്ത് വരുന്നത് കൊണ്ടാണ് അതുണ്ടാവുന്നത്. അത് നമുക്ക് ഇത്തിരി നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പരിശോധന, ബയോപ്സി പരിശോധന നടത്തി അതെന്താണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അതിൻ്റെ ചികിത്സ തീരുമാനിക്കുക. അത് ഈ ലക്ഷണം കേട്ടിട്ട് അത് ക്യാൻസറുമായിട്ട് ബന്ധമുള്ളതാണെന്ന് തോന്നുന്നില്ല. പല്ല് പൊടിഞ്ഞു പോകുന്നത് ഏറ്റവും കൂടുതൽ കാരണം പല്ല് പൊടിഞ്ഞു പോകുന്നത് കേട് വന്നിട്ട് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അപൂർവമായിട്ട് ചിലപ്പോൾ ഈ അഴുക്ക് കട്ട പിടിച്ചിട്ട് കാൽക്കുലസ് എന്ന് പറയും, പല്ലിൽ കാൽസിഫൈഡ് ആയിട്ട് കട്ട പിടിച്ചിരിക്കും. അതും ചിലപ്പോൾ ഇതേപോലെ ചില പല്ലുകൾ പൊടിഞ്ഞു പോകുമ്പോൾ അതും പല്ല് പൊടിഞ്ഞതായിട്ട് നമുക്ക് തോന്നാം. അതിന് നമ്മ വേറെ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും നല്ല ഉപയോഗിക്കണം? ഇത് താനെ മാറിപ്പോകുന്നതാണെങ്കിൽ, ചെറിയ കുമിളകളാണ് താനെ മാറിപ്പോകുന്നതാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അലർജി ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ഡോക്ടർ, ഡെന്റിസ്റ്റിനെ കാണിക്കുന്നത് നന്നാവും. പിന്നെ ഏതെങ്കിലും പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ജെൽ പേസ്റ്റോ അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള പേസ്റ്റോ ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അലർജി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണ വെള്ള പേസ്റ്റിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്.